സാമ്പാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചക്കറികൾ ആദ്യം വേവ് കൂടുതലുള്ള പച്ചക്കറികളെല്ലാം ആദ്യം കുറച്ച് ഇട്ടിട്ട് വയറ്റി എടുക്കണം. പച്ചമുളക് അതുപോലെ ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ടൊന്ന് ചെറുതീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം കേട്ടോ. കുക്കറിനകത്തല്ലേ. കുക്കറിനകത്ത് നമ്മൾ ഒരു 5 വിസിലെടുത്ത് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തിളച്ച് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവ